വിളിച്ചാലെങ്ങനെ നമ്മൾ പോവാതിരിക്കും? സമസ്ത വിളിച്ചാലെങ്ങനെ നമ്മൾ പോവാതിരിക്കും? സത്യമതത്തിനുത്തമ പടയതിലൊന്നായി കൂടും. ജനലക്ഷങ്ങൾക്കിടയിൽ ഒരു തരിയായി ചേരാൻ തേടും. മർഹബ 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 അഹ്ലൻ സമസ്ത. മർഹബ 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 അഹ്ലൻ സമസ്ത. മർഹബ 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 അഹ്ലൻ സമസ്ത. ഞാനുങ്ങളൊക്കെ തൊട്ടടുത്തൊരു നിമിഷം കിടക്കേണ്ട വീട് ഇതാണ്. ഒരു മൂടുകല്ല് വെക്കാൻ ബാക്കിയുള്ള ഒരു കബറാണ്. ഒരു മൂടുകല്ലൂടെ വെച്ചാല് ഈ കബറിനുള്ളിൽ ഫുള്ള് ഇരുട്ടായി മാറും. ഉറപ്പല്ലേ? മരിക്കാതിരിക്കാൻ നമുക്കൊരു മാർഗവുമില്ല. ഈ കബറ് പൂർണ്ണമായിട്ടും ഇരുട്ടാവും. നമ്മൾ എത്ര വലിയ കൂട്ടുകാരാണെങ്കിലും മക്കളാണെങ്കിൽ പോലും ഓൽക്കൊക്കെ ആകെ ചെയ്തു തരാൻ പറ്റുക 3 പിടി മണ്ണ് ഇതിന്റെ മുകളിൽ കിട്ടി തരാനേ പറ്റുള്ളൂ. അതിലപ്പുറം ഒന്നും കഴിയൂല. നമ്മളെ ഭാര്യ നമ്മളെ കൂടെ കിടക്കുമോ? നമ്മളെ മക്കള് കൂടെ കിടക്കാന്ന് പറയോ? നമ്മൾ എത്ര വലിയ കൂട്ടുകാരുണ്ടെങ്കിലും ഒരാൾ പോലും കബറിൽ ഞാൻ കൂടെ കിടക്കാന്ന് പറയുന്ന ഒരാൾ നമുക്ക് ഉണ്ടാവില്ല. ഉണ്ടാവോ? മയ്യത്ത് കുളിപ്പിക്കാൻ പലരും ഉണ്ടാവും. കഫൻ ചെയ്യാൻ പലരും കൂടെ കൂടും. പള്ളിയിലേക്ക് മയ്യത്ത് കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടാവും. മയ്യത്ത് നിസ്കരിക്കാൻ ആളെ കിട്ടും. കബറിലേക്ക് ഇറക്കി വെക്കാനും ആളെ കിട്ടും. തൊട്ടടുത്ത കൂട്ടുകാരൊരു പക്ഷേ ഈ മൂടുകല്ല് വെക്കാനും ആളെ കിട്ടും. ഖബറിലേക്ക് ഇറങ്ങിയിട്ട് ഞാനും കൂടെ കിടക്കാന്ന് പറയാൻ ഒരാളും ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലമാണ് ഖബറ്. ബാക്കി എല്ലാ യാത്രയിലും കൂടെ നമുക്ക് പറ്റിയ ആൾക്കാരുണ്ടാവും. ഖബറിൽ ഞാൻ ഒറ്റയ്ക്കാണ് കിടക്കേണ്ടത്. ആ കിടക്കുന്ന കിടപ്പ് ഏറ്റവും ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലായി തീരാൻ നമ്മുടെ മുമ്പിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ജീവിതം നന്നാക്കലല്ലാതെ ഒരു മാർഗവും ഇല്ല. ഇവിടെ തന്നെ 2-3 ഖബറുകൾ ഡിസ്പ്ലേക്കാണെങ്കിലും കാണാൻ പറ്റും. നമ്മുടെ പള്ളിക്കാട്ടിൽ ഇതേപോലെ ഇഷ്ടം പോലെ ഖബറുകൾ ഉണ്ടാവും. ഒരു ഖബറിൽ വലിയ ശിക്ഷ അനുഭവിക്കുന്ന അതേ സമയത്ത് തൊട്ടടുത്ത ഖബറിൽ ഒരുപക്ഷെ വലിയ ആസ്വാദനയ്ക്കും കിട്ടുന്നുണ്ടാവുക. നമുക്കിത് രണ്ടും അറിയോ? നമ്മുടെ ഖബറിൽ ആസ്വാദനം വേണോ അതോ ശിക്ഷ വേണോ എന്ന് ആലോചിക്കേണ്ടത് നമ്മളാണ്. സ്വർഗീയമായ ആസ്വാദനം കിട്ടുന്ന ഖബറാളികളായി നമുക്ക് മാറണമെങ്കിൽ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ പറ്റണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.